ആദ്യ ദിവസം ഞാൻ സ്റ്റേജിൽ സ്തുതിപ്പും പാട്ടും നടത്തുന്നു. ബ്രദേഴ്സ്, ഞാൻ പുറകിൽ അവിടെ ആരാധന വെച്ചതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ 4 വ്യക്തികൾ ഒരു കസേരയിൽ ഒരു തളവാതിരിയെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. അച്ഛാ, ഈ ദേശത്തെ നല്ലൊരു മനുഷ്യൻ, ഇവനെ ജോലിക്ക് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവൻ കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ഇവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പക്കയാണ് അച്ഛ. പക്ഷെ ഇവൻ തളർന്നുപോയി. പക്ഷെ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഇവന് സൗഖ്യം കിട്ടണം, ഇവന് ഈ ദേശത്തിന് വേണം. അച്ഛ പ്രാർത്ഥിക്കണം. നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഈ പ്രേക്ഷിത വരെ ചെയ്തോ, രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 വരെ. ഞാൻ അവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തൽ തന്നു. എസെക്കിയേൽ 13:20 പക്ഷികളെന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിൻ്റെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. നിൻ്റെ കരങ്ങളിൽ ഞാനത് പൊട്ടിച്ചു കളയും. പക്ഷികളെന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിൻ്റെ ഈ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. നിൻ്റെ കരങ്ങളിൽ ഞാനത് പൊട്ടിച്ചു കളയും. ചേട്ടൻ മന്ത്രവാദം കൊടുത്തരം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. സത്യം പറയണമെന്ന് പറഞ്ഞു. ഉണ്ടച്ച. എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ തളർന്നിട്ട് 10 വർഷമായി. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു. കുറേ പ്രാർത്ഥിച്ചു, രക്ഷയില്ല. ഈ സന്ദർഭത്തിൽ എൻ്റെ വീട്ടുകാർ 12 മന്ത്രവാദികളെ മാറി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 12 പേരും ഏലസ് എനിക്ക് ജപിച്ച് കിട്ടി എൻ്റെ ശരീരത്തിൽ കെട്ടി തന്നിട്ടുണ്ട്. 12 എണ്ണം, ഒരെണ്ണമല്ല. ചോദിച്ചു, 10 വർഷമായി തളർന്നിട്ട് 12 ഏലസ് കെട്ടി നടന്നിട്ട് വല്ല രക്ഷയുണ്ടായി എന്ന് ചോദിച്ചു. ഇല്ല. എവിടെ കെട്ടിയേക്കണമെന്ന് ചോദിച്ചു. 2 എണ്ണം വെച്ച് 2 കയ്യിൽ, 2 എണ്ണം കഴുത്തേൽ, 2 എണ്ണം അരയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 എണ്ണം വെച്ച് 2 കാലേലും, 12 എണ്ണം. ഞാൻ പറഞ്ഞു, ഇയാൾ ഒരിക്കലും പൊങ്ങാൻ പോകണില്ല, തളർന്ന് കിടക്കാൻ ഒരിക്കലും എഴുന്നേൽക്കുക. ഈ 12 എണ്ണത്തിൻ്റെ വെയിറ്റില്ല, 12 പിശാച കയറിയിരിക്കുന്നത്. ഇത് പൊട്ടിക്കാവോ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛാ, പൊട്ടിക്കരുത്. അതെന്താണെന്ന് ചോദിച്ചു. പൊട്ടിച്ച കുടുംബത്തിൽ നീ എനിക്ക് നാശം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയണേ. അവൾ പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പൊട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പെണ്ണ് കെട്ടിയിട്ടൊന്നുമില്ല, ഞാൻ പൊട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പൊട്ടിച്ചോളാൻ പറഞ്ഞു. പ്രേക്ഷകരെ വിളിച്ചിട്ട് ഒരു കത്രി കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഈ 12 എണ്ണം ഞാൻ പൊട്ടിച്ച് എൻ്റെ കയ്യിലെടുത്തു. ഒരു കൈ നിറച്ചുണ്ടായിരുന്നു, ചരടും 12 ഏലസും കൂടെ. ഞാൻ പറഞ്ഞു, ഇനി ചേട്ടൻ തമ്പുരാനെ വിളിച്ചോ, ഒരു പക്ഷേ തമ്പുരാൻ സുഖപ്പെടുത്തിയേക്കാം. സത്യം പറയട്ടെ. പിന്നെ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ 10 വർഷം തളർന്ന് കിടന്ന ആ വ്യക്തി എഴുന്നേറ്റ് നടന്നു എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ കസേരയിൽ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന 4 പേര് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ധ്യാനഹാളിലേക്ക് പോയത് നടന്നാ പോയത്. എല്ലാവരെയും മുൻപിൽ വെച്ച് എടുത്തു കൊണ്ടുവന്നേ സ്റ്റേജിൽ സാക്ഷ്യം പറയുകയും ചെയ്തു. ഞാൻ ഓർക്ക് എൻ്റെ അടുക്കൽ വന്നൊരു ചെറുപ്പക്കാരൻ, അവൻ കരഞ്ഞുകൊണ്ട് വന്നിരിക്കുക. എന്തു പറ്റി? അവൻ പറഞ്ഞേ, അച്ചോ എൻ്റെ കല്യാണം കഴിഞ്ഞു. എടാ, നിൻ്റെ കല്യാണം എന്താ പ്രശ്നം? വല്ല ഡൈവോഴ്സിൻ്റെ വക്കീലാണോ? അല്ല, നല്ല രീതിയിൽ പോണ്. പിന്നെന്താ കുഴപ്പം? എനിക്ക് ദുബായിൽ ജോലിയുണ്ട്. എന്താ, ജോലി നഷ്ടപ്പെട്ടോ? അതുമല്ല കുഴപ്പം. പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവൻ പറയുക, അച്ചു, ഞാൻ ലോങ് ലീവിന് 3 മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു 1 മാസം കൊണ്ട്. 2 മാസം ഭാര്യയൊത്ത് ജീവിച്ചു. അതിനിടയ്ക്ക് അവൾ ഗർഭിണിയായി. ഞാൻ പിന്നെ ജോലിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. സ്കാൻ നടത്തിയപ്പോൾ റിസൾട്ട് തല വലുതും ഉടൽ ചെറുതുമായുള്ളൊരു കുഞ്ഞാണ്. ഭാര്യ വിളിച്ച് വേദനയോട് പറഞ്ഞു, ചേട്ടാ, നമ്മുടെ കുഞ്ഞ് തല വലുതും ഉടൽ ചെറുതുമാണ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, ഈ കൊച്ചിനെ അബോർഷൻ ചെയ്യുക. അച്ഛൻ, ഞാൻ അവളോട് പറഞ്ഞു, വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ പോ. അങ്ങനെ അവൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി സ്കാൻ ചെയ്തു. വീണ്ടും റിസൾട്ട് കിട്ടിയത് തല വലുതും ഉടൽ ചെറുതും തന്നെയാണ്. എന്നെ വിളിച്ച് കരഞ്ഞോട് പറഞ്ഞു, ചേട്ടൻ, നമ്മുടെ കുഞ്ഞിന് അവിടെയും റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ്, സെയിം റിപ്പോർട്ടാണ്. ഉടനെ ലീവ് എടുത്ത് നാട്ടിൽ വന്നിരിക്കച്ചു. കൊച്ചിയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും സ്കാൻ ചെയ്തു. റിസൾട്ട് സെയിം തന്നെ, ഒരു മാറ്റമില്ല. 3 ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ തല വലുത് ഉടൽ ചെറുത്, ഈ കൊച്ചിനെ നിങ്ങൾക്ക് എന്തിനാ കൊന്നുകളയുക? അച്ഛാ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അപ്പോൾ അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ. അപ്പോൾ തമ്പുരാൻ തന്ന ഉൾക്കാഴ്ച ഇതാണ്,
യെശയ്യ 66:9 ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വചനം. യെശയ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകി ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവ് ചോദിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ മെസ്സേജ് അതാണ്. പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എനിക്ക് മനസ്സിലായി, ഇവൻ്റെ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. ഞാൻ പറഞ്ഞു, മോനെ, ഇവിടെ നിത്യാരാധന പള്ളിയുണ്ട്, ഈ ആരാധന ചാപ്പലിൽ വന്നിരുന്ന് നീ തമ്പുരാൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. 18-ാം സങ്കീർത്തനം 6-ാം വചനം അവന് പറഞ്ഞു കൊടുത്തു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ. എന്താ വചനം? കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. വീണ്ടും ഒരു വചനം കൊടുത്തു. സങ്കീർത്തനം 50:15 അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു വചനം കൂടെ കൊടുത്തു. സങ്കീർത്തനം 34:6 ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. പറഞ്ഞു, മോനെ, ഈശോ പറയുന്നു, ഇവിടെ നിത്യാരാധന പള്ളിയുണ്ട്, ആ പള്ളിയിൽ വന്നിരുന്ന് നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ ഭാര്യയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അവൾ വരണ്ട, അവൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ, ബെഡ് റെസ്റ്റ് ആണെങ്കിൽ. നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിക്കുക. സഹോദരങ്ങളെ, അവൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് വരെ അവൻ ദുബായിക്ക് ജോലിക്ക് പോകാതെ, ജോലി പോയാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെയാണ് ആവശ്യം, അവൻ അവിടെ വന്നിരുന്ന് എന്നും പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയുടെ പ്രസവം എടുത്തു, അവൻ്റെ ഭാര്യ പ്രസവിച്ചു. ഒരു നോർമൽ ചൈൽഡിനെയാണ് അവളുടെ ഭാര്യ പ്രസവിച്ചത്. ഒരു സാധാരണ കുഞ്ഞിനെയാണ് അവൾ പ്രസവിച്ചത്. സഹോദരങ്ങൾ, ഭാര്യയുടെ ഉദരത്തിലുള്ള കുഞ്ഞ്, അവൻ്റെ കുഞ്ഞ് തല വലുതും ഉടൽ ചെറുതുമാണ്. തമ്പുരാൻ്റെ ആലയത്തിൽ വന്നിരുന്ന് അവൻ്റെ ആ വേദനയിൽ അവൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തല വലുതായ കുഞ്ഞിൻ്റെ തല നോർമലായി, ഉടൽ ചെറുതായ കുഞ്ഞിന് ഉടൽ നോർമലായി. ഒരു ആൺകുഞ്ഞിന് അവൻ്റെ ഭാര്യ ലോകത്തിലേക്ക് പ്രസവിക്കുകയാണ്. തമ്പുരാൻ പറയുന്നു, സങ്കീർത്തനം 34:17 നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുന്നു, അവന് സകലവിധ കഷ്ടതകളിൽ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നീതിമാനായി ജീവിച്ചുകൊണ്ട് നീ തമ്പുരാനെ വിളിക്കുക നിന്റെ സഹനത്തിൽ. സഹോദരൻ, ആരാ നീതിമാൻ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ എളിമയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്ഷമയിൽ ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഹല്ലേലൂയ. യേശുവിനെ പോലെ പാവപ്പെട്ടവരെ സഹായിച്ച് ജീവിക്കുന്ന വ്യക്തി നീതിമാൻ. ഇവൻ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, അല്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ഒരു നല്ല ജോലിയുണ്ട്, ഇച്ചിരി പണം ഉണ്ടെങ്കിൽ, വലിയ വീടുണ്ടെങ്കിൽ, അവൻ നല്ല അലക്കി തേച്ച മുണ്ട് ഷർട്ട്, വട്ടിവത്ത മുണ്ട് ഷർട്ടിട്ട് ഇങ്ങനെ കൈയും പിരിച്ചു പിടിച്ച് അവൻ നടക്കുമ്പോൾ നമ്മൾ പറയും, ഒരു നീതിമാൻ, അവന് നല്ല നീതിമാൻ.
യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ എളിമയിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ക്ഷമയിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിനെ പോലെ പാവപ്പെട്ടവരെ സഹായിച്ച് നീ ജീവിച്ചിട്ട് നീ യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരമരുളൂ.